കൃത്യമായി തെളിയിച്ചു. അതെന്താണെന്നറിയോ? നിങ്ങൾക്ക് വ്യക്തമാണ്. നിങ്ങളുടെ നിർവചനം അതിന് മനുഷ്യ കഴിവ് എന്ന് വെച്ചോ സൃഷ്ടികളുടെ കഴിവ് എന്ന് വെച്ചോ അതൊന്നും ഇവിടെ വിഷയമല്ല. മനുഷ്യ കഴിവ് എന്ന് വെച്ചാലും സൃഷ്ടികളുടെ കഴിവ് എന്ന് വെച്ചാലും അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത് ശിർക്കാണ് എന്നാണല്ലോ നിങ്ങളുടെ വ്യക്തമായി നിങ്ങൾ പറയുന്നത്. അതിനെതിരാണ് ഞാൻ പറഞ്ഞത്. അല്ല, അങ്ങനെ ചോദിച്ചാൽ എന്റെ വഫാത്തിന് ശേഷം എന്നോട് ചോദിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നിങ്ങളെ വല്ലാതെ പിടികൂടുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ഹദീസിന്റെ വാക്ക് വേണോ? ഹദീസ് ഉദ്ധരിച്ച ഇമാമിങ്ങളെ വേണോ? ചോദിച്ചാൽ ഞങ്ങൾ പറയും, കൃത്യമായി പറഞ്ഞു തരും. ചോദ്യം വരാത്തത് കൊണ്ടാ പറയാത്തത്. വിഷയത്തിൽപ്പെട്ട് ചോദിക്കാൻ ഇപ്പോഴും നിങ്ങൾ പഠിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഹദീസ് നിങ്ങളെ പഠിപ്പിച്ചിട്ടേ ഞങ്ങൾ വിടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കാര്യം വ്യക്തമാണ്. ഊപ്പരിപ്പ ചൂടാകുക അരസ് പോലെ നല്ല ചൂടാകുന്ന രൂപത്തിലാ കാര്യമില്ല. മൗലവി വിഷയം പറയണം. കട്ടു എന്നൊക്കെ പറയാ, സമാധാനത്തിന് നല്ലതാണ്. പക്ഷെ കട്ടിട്ടില്ല. ഞങ്ങളുടെ പുസ്തകം കയ്യിലുണ്ട്. നിങ്ങളുടെ ഈ പുസ്തകത്തിൽ നിങ്ങൾ എഴുതിയത് അതിന്റെ മുകളിൽ ഒരു വിശദീകരണവും ഇല്ല. ഇങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല, കൊങ്ങനെയൊന്നുമില്ല, ഒന്നുമില്ല. പിതാവ് എന്നുള്ളത്. അപ്പൊ അതന്നെ ഞാൻ പറഞ്ഞത്. അതിന് മുമ്പ് എന്തെങ്കിലും ഉണ്ട് അതിന് നിർവചനം എന്ന് പറഞ്ഞാൽ എന്താ പഠിക്കണ്ടേ? മലയാളമെങ്കിലും പഠിക്കണ്ടേ? നമ്മൾ എപ്പോഴും പറയാറുണ്ട് അറബി ഏതായാലും പഠിക്കൂല, നാം മലയാളം പഠിക്കാവൂല. അവിടെയും പടി ഊതിയിരുന്ന അത് മനസ്സിലാവോ? എന്താണ് നിങ്ങൾ ഇങ്ങനെ 4 പൊട്ടന്മാരെ എന്ന് വിളിക്കുക, 4 ഊത്തു, ഈ രൂപത്തിലുള്ള വിഡ്ഢിത്തം പറഞ്ഞാലുണ്ടോ പ്രിയപ്പെട്ട സഹോദരന്മാരെ? അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വ്യക്തമായി തന്നെ പറയുന്നു, വേണ്ട, ഞങ്ങളത് പൊടിച്ചു കളഞ്ഞിരിക്കുന്നു. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്. അതിനെ ഗണ്ണിക്കാൻ നിങ്ങളുടെ ആ ശക്തമായ ചൂടുകൊണ്ട് പര്യാപ്തമാവുകയില്ല. നിങ്ങൾക്കതിന് കഴിയുകയുമില്ല. ഞങ്ങൾ തെളിയിക്കേണ്ടത് ഞങ്ങൾ തെളിയിച്ചു. നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ മറുപടി പറയണോ? ഇവിടെ വന്നിട്ട് ചോദിക്കാണ് കുനൂത്ത് സുബിയിൽ വേണമെന്ന് ഇതിന് തെളിവുണ്ടോ? എന്നിട്ട് പറയാ കുന്നത്തേരിയിൽ ചോദ്യം അവശേഷിക്കാണ്. അവശേഷിച്ചോട്ടെ, ഞങ്ങൾ വ്യവസ്ഥ എഴുതിയിട്ടല്ലേ വന്നത്. വ്യവസ്ഥ വ്യക്തമാണ്. മുജാഹിദുകളുടെ വാദം അബദ്ധമാണെന്നാണ് ഞങ്ങൾ തെളിയിക്കേണ്ടത്. അതിന് വിഷയാവതരണത്തിൽ ഞങ്ങൾ പറഞ്ഞു, മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് അള്ളാഹു നൽകിയ ആ കഴിവ് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന കഴിവിൽ നിന്ന് ചോദിച്ചാൽ ശിർക്കാവില്ല. എന്തുകൊണ്ട്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, വഫാത്തിന് ശേഷം വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന്. പൊളിഞ്ഞു. ഈ കുന്നത്തേരിയിൽ വെച്ച് നിങ്ങളുടെ നിർവചനം പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നിരിക്കുന്നു. ഇനി നിങ്ങളുടെ മദ്രസ പുസ്തകം ഉടനെ മാറ്റാൻ വേണ്ടി അടുത്ത യോഗം ചേരുക. യോഗം ചേരലാണല്ലോ പണി, മാറ്റലാണല്ലോ പണി, ഒക്കെ മാറ്റലാണല്ലോ പണി. ജിന്നിനോട് ചോദിച്ചാലും ജിന്നൊന്നും ഇപ്പൊ ഭയങ്കര പേടിയിലാണുള്ളത്. തൊടാൻ ധൈര്യമില്ല, തൊടാൻ ഞങ്ങൾക്ക് കഴിയൂല. ഞങ്ങൾ വളരെ വ്യക്തമായി ഈ രൂപത്തിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ വ്യക്തമായി ഞങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഞങ്ങൾ കട്ട് വായിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കണ്ട. പുസ്തകം കയ്യിലുണ്ട്, നിങ്ങൾക്ക് പറയാം. മുസ്ലിയാര് വല്ലാത്ത വിഷമത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. മുസ്ലിയാര് പിന്നെയും പറയുന്നത് ഞാൻ കട്ട് വായിച്ചിട്ടില്ല എന്നാണ്. എന്നിട്ട് മുസ്ലിയാർ ഇപ്പൊ വായിക്കുന്നുണ്ട്. അപ്പൊ നേരത്തെ മുസ്ലിയാർ വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞ മുസ്ലിയാർ തിരുത്തിപ്പോ നിങ്ങളെ കൊണ്ട് ഞങ്ങൾ വായിപ്പിച്ചു, ഇതുവരെയും വായിച്ചില്ല. വായിക്കാത്ത ഇപ്പൊ വായിച്ചു എന്ന് വന്നാൽ തന്നെയും നേരത്തെ വായിച്ചില്ല, വിട്ടുകളഞ്ഞു എന്നാണ്. അപ്പൊ വിട്ടുകളഞ്ഞിട്ടുണ്ട്. ഇനി മുസ്ലിയാർ വിട്ടുകളഞ്ഞതിന്റെ പ്രസക്തി എന്തുകൊണ്ട് വിട്ടുകളഞ്ഞു? മനുഷ്യൻ സർവശക്തനല്ല, സർവകാര്യങ്ങൾക്കും കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ്. ഒരു കർഷകന് നിലമുഴുതുവാനും വിത്ത് വിതക്കുവാനും വളവും വെള്ളവും നൽകുവാനും സാധിക്കുന്നു. എന്നാൽ ആ വിത്ത് മുളപ്പിച്ച് നല്ല വിളവുണ്ടാക്കുന്നത് അവന്റെ കഴിവിൽപ്പെട്ടതല്ല. വിത്ത് മുളപ്പിക്കുക എന്നത് അള്ളാഹുവിന്റെ കഴിവിൽപ്പെട്ടതാണ്, റബ്ബിന്റെ കഴിവിൽപ്പെട്ടതാണ്. അത് റബ്ബിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. ഫൽയൻദുറിൽ ഇൻസാനു ഇലാ തുആമി അന്നാ സബബിനൽ മാഅ സബ്ബാ ثم شققنا الارض شقا فانبتنا فيها حبا وعنبا وقلبا وزيتونا ونخلا وحدائق وغلبا وفاكهة وأبا متاعا لكم ولأنعامكم. അള്ളാഹുവിന്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല. ആ കഴിവ് സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കാൻ പാടില്ല. അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ടതാണത്. അതിനു തന്നെയാണ് മുസ്ലിയാരെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അതാണ് ഇവിടെ വിശദീകരിച്ചത്. എന്നാൽ ആദ്യം നിങ്ങൾ എങ്ങനെ എന്ന് പറഞ്ഞത് വിട്ടുകളഞ്ഞു, ഇങ്ങനെ എന്നത് ഒഴിവാക്കി, എന്നിട്ട് ബാക്കി വായിച്ചു. കയ്യോടെ ഇവിടെ പിടികൂടിയപ്പോൾ മുസ്ലിയാർ ചിരിച്ചു രക്ഷപ്പെടാം, ഇളിച്ചു രക്ഷപ്പെടാം എന്നാ വിചാരിക്കുന്നത്. അങ്ങനെ മുസ്ലിയാർ രണ്ടാമത് ഞാൻ മുറിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പിന്നെ ആദ്യം മുതൽ വായിക്കാൻ. അപ്പം മുറിച്ചതാ മുസ്ലിയാർ പിന്നെ വായിപ്പിച്ചത്.
മുറിച്ചതാ ഞങ്ങൾ വായിപ്പിച്ചത്, ഇനിയും നിങ്ങളെ കൊണ്ട് വായിപ്പിക്കും. വീണ്ടും മുസ്ലിയാർ വെരിറ്റിഫിക്കേഷൻ ആണ്. വീണ്ടും മുസ്ലിയാർ ഇവിടെ വരട്ടുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാം എന്നത് അത് ഞങ്ങൾ ഉദ്ധരിക്കും മുസ്ലിയാരെ. ഉദ്ധരിച്ചാൽ മറുപടി പറയുമെന്ന് പറഞ്ഞല്ലോ. ഉദ്ധരിച്ചാൽ മറുപടി പറഞ്ഞു എന്ന് മറുപടി ആ സമയത്ത് പറയും എന്ന് കൃത്യമായി തന്നെയാണ് പറഞ്ഞത്. ഒരു കാര്യം വ്യക്തമാണ്, ഖുർആനിനെതിരെ ഒരു തത്വം സ്ഥാപിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ ദുർവ്യാഖ്യാനത്തിലൂടെയല്ലാതെ അത് സാധ്യമല്ല. ദുർവ്യാഖ്യാനത്തിലൂടെയല്ലാതെ ഖുർആന് വിരുദ്ധമായ ഒരു ആശയം ചമയാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി റബ്ബ് സുബ്ഹാനഹു വ തആലയോടുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥനയെ സംബന്ധിച്ച് വിശദീകരിച്ചു. അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ലെന്ന് പഠിപ്പിച്ചു. അത് റബ്ബിനോട് മാത്രമേ ചോദിക്കാവൂ എന്ന് പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആനിൽ ഈ വിഷയത്തിന്റെ ഈ സംവാദത്തിന്റെ തുടക്കത്തിൽ തന്നെ ഓതിത്തുടങ്ങിയ ആയത്ത്, ഓതിപ്പറഞ്ഞ ആയത്ത്, വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ് ثم إذا مسكم الضر فإليه تجأرون എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അന്നഹു തആല ബയ്യന അന്ന ജമീഅ അൻ-നിഅം മിനല്ലാഹ് ثم إذا اتفق لأحد مضرة توجب زوال شيء من تلك النعم فإن الله يجأر أي لا يستغيث أحدا إلا الله لا يستغيث أحدا إلا الله لعلمه بأنه لا مفزع للخلق إلا هو. ഒരിക്കലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളെയും നീക്കിക്കളയുന്ന രൂപത്തിലുള്ള പ്രയാസം അവനെ ബാധിച്ചാൽ ഫഇലല്ലാഹി യജ്അർ, അല്ലാഹുവിനോടാണ് അവൻ അലമുറയിട്ട് പോകുന്നത്. ഐ ലാ യസ്തഗീസു അഹദൻ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാത്തവരോട് അവർ സഹായം തേടുകയില്ല. ബിഅന്നഹു ലാ മഫ്സാ ലിൽ ഖൽഖി ഇല്ലാ ഹു, അല്ലാഹുവല്ലാതെ അഭയമില്ലെന്നറിയുന്നത് കൊണ്ടാണ് അവർക്ക് ആ രൂപത്തിലുള്ള നിലപാട് സ്വീകരിക്കേണ്ടി വരുന്നത്. അല്ലാഹുവല്ലാതെ അഭയമില്ല എന്ന് മനസ്സിലാക്കിയാൽ അള്ളാഹുവിനോട് മാത്രമേ ഇസ്തിഗാസ ചെയ്യാൻ പറ്റൂ എന്നാണ് പണ്ഡിതന്മാർ സമർത്ഥിച്ചിട്ടുള്ളത്. എന്നാൽ മുസ്ലിയാര് ആ തരത്തിലുള്ള ഒന്നിനും തന്നെ തൊടാൻ പോലുമുള്ള ധൈര്യം ഇവിടെ കാണിച്ചിട്ടില്ല. ചോദ്യം തൊട്ടുനോക്കിയിട്ട് പോലുമില്ല. മുസ്ലിയാർക്ക് മറുപടി പറയാൻ കഴിയാത്തത് മുഴുവൻ വിഡ്ഢികളുടെ ചോദ്യമാണത്രേ. മുസ്ലിയാർക്ക് ഉത്തരം മുട്ടിയാൽ വിഡ്ഢികളുടെ ചോദ്യമാണത്രേ. അതൊരു വിഡ്ഢിത്തമായി ജനം മനസ്സിലാക്കുമെന്ന് മുസ്ലിയാരെ മറുപടിയായി പറയാനുള്ളൂ. അതുകൊണ്ട് സ്വയം വിഡ്ഢിത്തം വിളിച്ചു കൂവരുത്. ചോദ്യത്തിന് ഉത്തരം പറയണം. അതിനാണ് ചോദ്യോത്തര സെഷൻ വെച്ചത്. ആ ചോദ്യോത്തര സെഷനിൽ തന്നെയാണ് ഇവിടെയുള്ളത്. ആ സെഷനിൽ കൃത്യമായി ഓരോരുത്തരുടെയും ഭാഗം വീതിച്ചുകൊണ്ട് ചോദ്യം ചോദിക്കാൻ അവസരം കൊടുത്തത് ചോദിക്കുവാനാണ്. ഉത്തരം പറയണം. വിഷയവുമായുള്ള ബന്ധം കൃത്യമായി ഇവിടെ സമർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിയാക്കന്മാരെ ചോദ്യം കുന്നത്തേരിയിൽ അവശേഷിക്കുക തന്നെയാണ്. അത് നിങ്ങളെ പിന്തുടരുക തന്നെ ചെയ്യും. ചോദ്യം അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ടല്ല, സ്വയം കഴിവ് കൊണ്ട് സഹായിക്കുമെന്ന വിശ്വാസത്തിലായിരുന്നു മക്കാ മുശ്രിക്കുകൾ അള്ളാഹു അല്ലാത്തവരോട് തേടിയിരുന്നത് എന്ന് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ തെളിയിക്കാമോ? ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല, തെളിവുദ്ധരിച്ചിട്ടില്ല, ഒരു തെളിവും സമർത്ഥിച്ചിട്ടില്ല. മുജാഹിദുകളുടെ പ്രമേയം എന്തെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ മുജാഹിദുകൾ അവർ അവതരിപ്പിച്ച നിർവചനം എങ്ങനെ പൊളിഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല. ആ നിർവചനത്തിന്റെ പോരായ്മ എന്തെന്ന് പറഞ്ഞിട്ടില്ല. ഇതൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. യാതൊരുവിധ വാദവും ഇവിടെ ഉന്നയിച്ചിട്ടില്ല. അത് സമാധാനത്തിൽ പറയുന്നത് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ മൂപ്പർക്ക് അന്ന് വ്യവസ്ഥ എഴുതിയപ്പോ പറഞ്ഞിരുന്നു സമയം കൂടുതൽ വേണം. ഇപ്പൊ മൂപ്പർക്ക് തോന്നി സമയം കൂടിയത് അപകടമായി പോയി. കാരണം സമയം ഒക്കുന്നില്ല. സമയം എത്ര പറഞ്ഞിട്ടും ഒക്കുന്നില്ല. കാരണം പറഞ്ഞു തന്നെ ആവർത്തിക്കാണ്. ചോദ്യം ഏതാണ് അറിയുന്നില്ല. എന്നിട്ട് അവസാനം ഉണ്ടാക്കി വെച്ച ചോദ്യം അവസാനം മുതൽ ഞങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ചോദിച്ചു എന്ന് പറഞ്ഞ ചോദ്യം ഇപ്പൊ എന്താ? ഞങ്ങൾ ഒന്നുകൂടി പറയുന്നു, ജനങ്ങൾ പഠിക്കട്ടെ. മക്കയിലെ മുശ്രിക്കുകൾ സ്വയം കഴിവുകൊണ്ടാണ് ഞങ്ങളുടെ